ചില കാര്യങ്ങളിൽ ഈ ഹനീഫക്കയുടെ ഒക്കെ ഒരു സ്കില്ല് മനസ്സിലാക്കുന്നത് ഫോർഗ്രൗണ്ടിലില്ല. മേഘം എന്ന് പറയുന്ന സിനിമയില് ഇവരിരുന്ന് നിരന്നിരുന്ന് ചോറുണ്ണുന്ന ഒരു ഷോട്ടുണ്ട്. ഇങ്ങറ്റത്ത് നിന്ന് വിളമ്പി 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 ഒരു 6-7 ആർട്ടിസ്റ്റുകൾ ഇരുന്ന് ചോറുണ്ണുന്നുണ്ട്. ഇതില് ഫോർഗ്രൗണ്ടിൽ നിന്ന് ഒരു 5-ാമത്തെ 6-ാമത്തെ ആളാണ് ഹനീഫക്ക. ഇവിടെയാണ് വിളമ്പും പണിയൊക്കെ നടക്കുന്നത്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോ 5-ാമതിരിക്കുന്ന ഹനീഫക്ക ചോറുരുള് ഉരുട്ടിയിട്ട് മണത്ത് നോക്കിയിട്ടാ തിന്നുന്നേ. എല്ലാ ചോറുരുളയും പുള്ളി. ഇതൊക്കെ നമ്മൾ 5-ാമതും 6-ാമതും പടം കാണുമ്പോഴേ ഇത് കാണുള്ളൂ. ഇതെടുത്ത് മണത്ത് നോക്കിയിട്ട് തിന്നും. അത് എന്തിനാണ് മണത്ത്? സാറിന്റെ കഥ പറഞ്ഞപ്പോഴാണ് ഞാനൊരു വേറൊരു സംഭവം. കിളിച്ചുണ്ടൻ മാമ്പഴത്തില് ഞങ്ങള് ലാലേട്ടനും ഞാനും ഒരു വഞ്ചിയിൽ ഒളിച്ചു താമസിക്കുകയാണ്. ശ്രീനിച്ചേട്ടനെ പേടിച്ചിട്ട് ഒരു വള്ളത്തിലാണ് ഒളിച്ചു കാണിച്ചത്. അപ്പൊ ഹനീഫ്ക ഞങ്ങളെ സഹായിക്കുന്ന ഒരാളാണ്. കലന്ത ഹാജിയ, അങ്ങനെ എന്തോ ഹാജിയ. അപ്പൊ ഹനീഫ്ക ഞങ്ങളും കൂടി ഉള്ളൊരു സീനാണ് അകത്ത്, വള്ളത്തിന്റെ അകത്ത്. അപ്പൊ പ്രിയ സാറ് എന്നോട് പറഞ്ഞു കറക്റ്റ് 5 മണിക്ക് നീ എത്തിക്കണം. ഹനീഫ്കനോട് പറഞ്ഞു 5 മണിക്ക് എത്തിക്കണം എന്നുള്ളത്. ഞാൻ എത്തിയപ്പോ 5:30, ഹനീഫ്ക എത്തിയപ്പോ 6 മണിയായി. അപ്പൊ പുള്ളി അതിൽ മാജിക് ലൈറ്റ് പോയെന്ന് പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര ഒച്ചപ്പാടും വെള്ളമുണ്ടാ. പക്ഷെ എടുക്കാം പുള്ളി പറയാ എടുക്കാം എന്ന് പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് ഇതാണ്. ഞങ്ങൾ രണ്ടുപേരും വള്ളത്തിലിരിക്കുന്നു. കലന്ത കാജി സംഘവും സംസാരിക്കുന്നു, വാക്കു കൊടുക്കുന്നു. മറ്റേ ഹാജിര ഏത് ശ്രീനിവാസൻ ചേട്ടന്റെ ശബ്ദം വെളിയിൽ നിന്ന് കേൾക്കുന്നു. കലന്ത ഹാജി ഈ പുഴയിലേക്ക് എടുത്ത് ചാടുന്നു. പുഴ ഏതാണെന്നറിയാമോ? പുഴ നമ്മുടെ മുക്കത്തുള്ള പുഴ. ഇലവഴിഞ്ഞി പുഴയില് ഈ വള്ളം കെട്ടി വെച്ചിട്ട് കഴുക്കോലി കുത്തിയ നിർത്തിയേക്കാണ്. ആ കഴുക്കോലി ഇങ്ങനെ ഇരുന്ന് കാണിച്ചിട്ടിരിക്കാണ്. അത്ര ഒഴുക്കാണ്. താത്തി വെച്ച കഴുക്കോലി ഇങ്ങനെ ഇത് കാണിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യൂടാ എന്നോട്? എടാ എന്ത് ചെയ്യും ഈ ഒഴുക്ക് കണ്ട നീ? അപ്പൊ എനിക്കൊന്നും അറിയില്ല. അപ്പൊ പ്രിയ സാർ എടോ താൻ നോക്കി വർത്താനം പറയാറോ, അവിടെ ചാടണം നോക്കണോ, ഒരു സേഫായ സ്ഥലത്ത് ചാടണം നോക്കും. ഹനീഫ്ക വിറക്കണം. എന്നിട്ട് എന്ത് ചെയ്യൂടാ? എനിക്കാണെങ്കിൽ നീന്തലും അറിയില്ല, ഹനീഫ്ക്കാണ് നീന്തലും അറിയില്ല. എടാ ഒഴുക്കെന്ന് വെച്ചാല് ചിന്തിക്കാൻ പറ്റാത്ത ഒഴുക്ക. അപ്പൊ ഞാൻ പറയും എന്ത് ചെയ്യും ഹനീഫ? എന്തെങ്കിലും ആലോചിക്കണം. ഷൂട്ടിങ് കഴിഞ്ഞു. ഹനീഫ്ക്കനെ പേടിപ്പിക്കാൻ വേണ്ടി താമസിച്ചു വന്നല്ലോ. അതിന് അടിയിൽ എഴുതി ഓ ഹനീഫ്ക്കടെ അന്നാ ശ്വാസം വീണത്. ഓ പോയിക്കോ പോയിക്കോ. ഈ പുഴയുടെ ഒരു തമാശ എനിക്കുണ്ട്. സൈക്കിൾ എന്നൊരു സിനിമ, എനിക്ക് നല്ല സൈക്കിള്. അപ്പൊ അനീഫ്ക അന്ന് 2 മണി ഒരു സെറ്റിലോട്ട് ഓടിക്കൊണ്ടിരിക്കുക. അപ്പം 2 മണിക്ക് പുഴ ചാടുന്ന സീക്വൻസാ. അപ്പൊ അമ്പിളിച്ചേട്ടനടക്കം ഒരുപാട് താരങ്ങളുണ്ട് ആ പുഴ ചാടുന്ന സീക്വൻസിൽ. അപ്പൊ അനീഫ്ക എന്നോട് വന്നുകൊണ്ട് പറഞ്ഞു, ജോണി പുഴ മുങ്ങുന്നതാണ് എന്നെ കൊണ്ട് പറ്റുന്നത്, എനിക്ക് ചെറിയ പനിയുണ്ട്. അപ്പൊ പിടിച്ചു നോക്കി ചെറിയ ചൂടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട അനീഫ്ക, ഒരു കാര്യം ചെയ്താൽ മതി, നമുക്ക് സ്പ്രേ ബേക്കിംഗ് കൊണ്ട് അടിപ്പിക്കാം. എന്നിട്ട് ഞാൻ മുങ്ങെന്ന് പറയുന്ന സമയത്ത് ഒന്ന് ഇങ്ങനെ വരെ വന്നിട്ടൊന്ന് ഇത് ചെയ്താൽ മതി. അപ്പം വൈറ്റ് ഷോട്ട് പിന്നെ സെപ്പറേറ്റ് നമുക്ക് ഗ്ലോസോ എല്ലാം കട്ടി, കുഴപ്പമില്ല. അപ്പം അങ്ങനെ ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം ആ അമ്പിളിച്ചേട്ടൻ്റെ അടുത്ത് പോയി നിൽക്കുന്നു, വൈറ്റ് ഷോട്ട്. നമ്മൾ ഈ ഡയറക്ഷൻ അങ്ങോട്ട് ആവുമ്പോൾ വേറൊരു ഇതാവുമല്ലോ. ക്യാമറ ആക്ഷൻ, ഹനീഫ്ക മുങ്ങേ. ഈ പാവുണ്ടല്ലോ 3 പ്രാവശ്യം. ഉടനെ അമ്പിളിച്ചേട്ടൻ എടോ താനല്ലേ മുങ്ങുന്നില്ലെന്ന് പറഞ്ഞ, പനിയാന്ന് പറഞ്ഞ് വന്നാലേ വിളി കേട്ടപ്പോ മുങ്ങി. ഞാൻ ഈ ഡബിങ്ങിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. അപ്പം മണി എന്നെ വിളിച്ചു, ഞാൻ അവിടെ ചെല്ലുന്നു. അപ്പം നമ്മൾ അത്രയും കോൺഫിഡൻസോടുകൂടിയാണ് ചെയ്യുന്നത്. കാര്യം ഞാൻ ചെയ്യുന്നതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എനിക്കൊരു അംഗീകാരം കിട്ടിയ ഒരു വോയിസുമായിട്ടാണ് ഞാൻ ഈ എന്തിനും ഡബ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പം തമിഴാണെങ്കിൽ പോലും ഡബ് ചെയ്യാന്ന് വെച്ചിട്ട് കയറി ആദ്യത്തെ ഡയലോഗ് പറഞ്ഞപ്പോൾ തന്നെ അകത്തുനിന്ന് അവർ പറഞ്ഞു, സാർ ഇത് അനീഫ സാറിന്റെ വോയിസ് അല്ലെന്ന്. അയ്യോ. അതോടുകൂടി ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് അപ്പം ഞാൻ ഇത്രയും കാലം ജനങ്ങൾ എന്നെ പറ്റിക്കായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിച്ചു തുടങ്ങി. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞു, സാർ നന്നായിരുന്നു, കുറച്ചുകൂടെ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്താന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മുടെ വിജയ് എന്ന് പറഞ്ഞ ഡയറക്ടർ മദ്രാശിപ്പട്ടണം എന്ന് പറഞ്ഞ സിനിമ അതേപോലെ ഇത് ചെയ്ത ഞാനാണെന്ന് അറിഞ്ഞിട്ട് എന്നെ വിളിച്ചു. 3 ദിവസം ഡബ്ബിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോയി. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ കയറി 10-24 സീനുണ്ടായിരുന്നു. അത് നമുക്ക് പറഞ്ഞ് വിശ്വസിക്കുകയില്ല. നമ്മുടെ കൂടെ പുള്ളിയുടെ ഒരു സാന്നിധ്യം ഉണ്ടെന്ന് പറയില്ലേ. ഉച്ചയായപ്പോൾ ഞാൻ ഡബ്ബിങ് തീർന്നു.
3 ദിവസത്തേക്ക് വെച്ചത്. ഉച്ചയായപ്പോ ഡബിങ് തീർത്തു. 10-20 സീൻ ഉണ്ടായിരുന്നു ഡയലോഗ്. ഒന്നും ക്യാരക്ടർ ചെയ്യുന്നതിന് നന്നായിട്ട് ചെയ്യാൻ പറ്റും. സത്യം വളരെ ഞാൻ പറയണം. അല്ലാതെ എന്താണെന്നറിയില്ല, നമുക്ക് നമ്മുടെ കൂടെ ഒരു സപ്പോർട്ട് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ആ സമയത്ത് നമുക്ക് ഫീൽ ചെയ്തു എന്നുള്ളതാണ്.